ചൈനയിലെ വൻനഗരമായ ഗോൺചോയിലൂടെ സഞ്ചരിക്കുകയാണ് ഞാൻ. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും പാതകളും മറ്റു സൗകര്യങ്ങളും എല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാൻഡൻ ഫെയർ എന്ന ട്രേഡ് ഫെയർ കണ്ടതിനു ശേഷം യാത്ര തുടരുകയാണിപ്പോൾ. ലുവോഷി എന്ന ഒരു പ്രദേശത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഗോൺചോയുടെ ഒരു സബർബ് എന്ന് പറയാം ഈ പ്രദേശത്തെ. ഇവിടെയൊക്കെയാണ് നഗരത്തിലെ പല ഫാക്ടറികൾ നടത്തുന്നവരും ജോലിക്കാരുമൊക്കെ താമസിക്കുന്നത്. ലുവോഷിയിലെ മാർക്കറ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. ധാരാളം ജനങ്ങൾ തിങ്ങി നിറഞ്ഞു വസിക്കുന്ന പ്രദേശങ്ങളാണ് നഗരത്തിന്റെ പ്രാന്തത്തിലുള്ള ഇത്തരം ഭാഗങ്ങൾ. മുംബൈയിൽ നവി മുംബൈ, കല്യാൺ തുടങ്ങിയ പ്രദേശങ്ങൾ പോലെ വിസ്തൃതമായ പ്രദേശമാണിത്. അവിടെ ഒരിടത്ത് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി നടക്കുന്നത് ഇവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലേക്കാണ്. വൈകുന്നേരമായിട്ടുണ്ട്. ഞാനും സലാമും കൂടെയായിരുന്നു ഇന്ന് പകലത്തെ യാത്രകൾ. സലാമിന്റെ കൂടെയാണ് നടത്തം. സലാം താമസിക്കുന്ന വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ്. സലാമിന്റെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലേക്ക് കയറണമെങ്കിൽ തന്നെ ഇലക്ട്രോണിക് കീ വേണം. ഗേറ്റ് തുറന്ന് അകത്തേക്കു കയറി. 30ഓളം നിലയുള്ള ഒരു വമ്പൻ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആണ്. അതിലാണ് സലാം താമസിക്കുന്നത്. വെറുതെ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് പണിതിരിക്കുകയല്ല, വിശാലമായ ഒരു പ്രദേശം ഉദ്യാനമാക്കി നിലനിർത്തിയിരിക്കുന്നു. ജോഗിങ്ങിനും മറ്റും പറ്റുന്ന പാതകളുള്ള നിരവധി ഏക്കർ സ്ഥലം. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു വില്ല പ്രോജക്റ്റാക്കി മാറ്റിയേനെ. വലിയൊരു പ്രദേശം മുഴുവൻ ഗാർഡനാണ്. രാവിലെയും വൈകിട്ടും നടക്കാനും ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് വിശ്രമിക്കാനുമൊക്കെ കഴിയുന്ന ഒരിടം. അപ്പാർട്ട്മെന്റിന്റെ അതിര് പേൾ റിവറിന്റെ തീരമാണ്. പേൾ റിവർ ശാന്തമായി ഒഴുകുന്നു. മനോഹരമായ വ്യൂ ആണ്. മറുകരയിൽ സവിശേഷ രൂപമാർന്ന കുറെ കെട്ടിടങ്ങളുണ്ട്. അതിൽ നടുക്ക് കാണുന്നത് ക്രൗൺ പ്ലാസ ഹോട്ടലാണ്. ആ കെട്ടിടങ്ങളുടെ എല്ലാം നടുവിൽ ഓരോ പൊത്തുണ്ട്. വിൻഡോ ഓഫ് ഗോൺചോ കോംപ്ലക്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഓരോ കെട്ടിടവും ഒരു ജനാല പോലെയുണ്ട്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. വൈകുന്നേരമാകുമ്പോഴേക്കും അതിൽ ഡിസ്പ്ലേ വന്നു തുടങ്ങും. LED ഡിസ്പ്ലേ ആണ്. രസകരമായ ഡിസൈനുകളിലാണത്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവർ ഇവിടെ നടപ്പാക്കിയതാണ്. രാത്രിയിൽ ഇത് കാണാൻ രസമാണ്. ഗോൺചോ ഇന്റർനാഷണൽ ലൈറ്റ് ഫെസ്റ്റിവൽ ദിനങ്ങളിലാണ് കെട്ടിടങ്ങളിലെ ഡിസ്പ്ലേകൾ ഏറ്റവും ആകർഷകമാകുക. ഇത് കാണാൻ നദീതീരത്ത് ധാരാളം ആളുകൾ വരും. ഓരോ കെട്ടിടവും ഓരോ ഡിസ്പ്ലേ ബോർഡുകളായി മാറുന്ന കാഴ്ച. ഇതാണ് സലാം താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ്. വമ്പൻ ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്. വിൻഡോ ഓഫ് ഗോൺചോയുടെ നേരെ എതിർവശത്താണ് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ്. അതിൽ എല്ലാ യൂണിറ്റുകളിലും ആളുകൾ താമസിക്കുന്നുണ്ട്. നല്ലൊരു കമ്മ്യൂണിറ്റിയാണത്. ചൈന നമ്മൾ കരുതുന്നത് പോലെയല്ല. ധാരാളം ഇന്ത്യക്കാർ ഇവിടെ വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോൾ ഗോൺചോയിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. സലാമിനെപ്പോലെ ബിസിനസ് ആവശ്യങ്ങൾക്കായാണ് മിക്കവരും വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇനി സലാമിന്റെ വീടിനകത്തേക്ക് പോവുകയാണ്. കയറി ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ ഫെബീന കാത്തു നിൽക്കുന്നുണ്ട്. സലാമിന്റെ ഭാര്യയാണ്. മകളുമുണ്ട്. അവളുടെ പേര് സയാന എന്നാണ്. 11ാം ക്ലാസ്സുകാരിയാണ്. നാട്ടിലാണ് പഠിക്കുന്നത്. വെക്കേഷൻ ആകുമ്പോൾ അവർ ഇങ്ങോട്ട് വരും. അവിടെ ഇരിക്കുമ്പോൾ പിന്നിൽ നേരത്തെ കണ്ട വിൻഡോ ഓഫ് ഗോൺചോ കെട്ടിട സമുച്ചയം. ഇതാണ് ഇവരുടെ കുടുംബം. സയാന ജനിച്ച് 6 മാസം മുതൽ ബാല്യകാലമൊക്കെ ഇവിടെയായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു അവളുടെ LP സ്കൂൾ പഠനവും. അതുകൊണ്ട് അവൾക്ക് ചൈനീസ് അറിയാം. അതാണ് സലാം പറയുന്നത്. സലാമിനും ചൈനീസ് അറിയാം. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറെ നേരം വർത്തമാനം പറഞ്ഞു. സലാം ഇവിടെ വന്നിട്ട് 20 വർഷമായി. ഈ അപ്പാർട്ട്മെന്റ് വാങ്ങി 20 വർഷമായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ നമുക്ക് അപ്പാർട്ട്മെന്റുകൾ വാങ്ങാം, വീടും വാങ്ങാം. പക്ഷേ സ്ഥലം സർക്കാരിൻ്റെതായിരിക്കും. കെട്ടിടത്തിന്റെ ഉടമയ്ക്ക് അതിരിക്കുന്ന സ്ഥലത്തിൽ ഒരവകാശവും ഉണ്ടായിരിക്കില്ല.
താൻ 20 വർഷം മുൻപ് എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള കഥയൊക്കെയാണ് സലാം പറയുന്നത്. ഖസാക്കിസ്ഥാനിലായിരുന്നു ആദ്യകാലത്ത് സലാം ജോലി ചെയ്തിരുന്നത്. അവിടുത്തെ കമ്പനികൾക്ക് ചൈനീസ് പ്രോഡക്റ്റുകൾ സോഴ്സ് ചെയ്യാൻ അക്കാലത്ത് പതിവായി ഇവിടെ വന്നിരുന്നു. അങ്ങനെ സാധ്യതകൾ മനസ്സിലാക്കിയ സലാം പിന്നെ ചൈനയിലേക്ക് താമസം മാറ്റുകയാണ് ഉണ്ടായത്. തുടർന്ന് ഖസാക്കിസ്ഥാനിലേക്ക് മാത്രമല്ല ഇന്ത്യയിലേക്കും വേണ്ട പല ഉൽപ്പന്നങ്ങളും അവിടുത്തെ ട്രേഡേഴ്സിനു വേണ്ടി സോഴ്സ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്കുൾപ്പെടെ കയറ്റി അയക്കുന്ന ഒരു വലിയ ബിസിനസ്സാണ് ഇദ്ദേഹത്തിൻ്റെത്. 10-12 വർഷങ്ങളായി സലാം എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ ഓരോ മുറിയുടെയും ബാൽക്കണിയിൽ നിന്നാൽ താഴെ പേൾ നദിയും അതിന്റെ മറുകരയിൽ വിൻഡോ ഓഫ് ഗോൺചോ കെട്ടിടങ്ങളും കാണാം. ഗോൺചോയെ പാന്യു എന്ന ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പാന്യു പാലമാണിത്. ഞങ്ങൾ അധികം താമസിയാതെ വീട്ടിൽ നിന്നിറങ്ങി. ചാറ്റൽ മഴയുണ്ട്. കേരളത്തിലേതുപോലുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ. സലാമിന്റെ വീടിനടുത്തുള്ള ഒരു അങ്ങാടിയാണിത്. നെയ്ബർഹുഡ് എന്ന് പറയാം. സാധാരണ ഷോപ്പുകളും റെസ്റ്റോറന്റുകളുമെല്ലാമുള്ള സ്ഥലം. ഒരു വിശേഷപ്പെട്ട അനുഭവം തരാം എന്ന് പറഞ്ഞാണ് സലാമും കുടുംബവും എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്താണ് കാര്യമെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെന്നു. വളരെ സന്തോഷത്തോടെ സ്ഥിരം വരുന്ന ഒരു സ്ഥലം പോലെയാണ് സലാമിന്റെ കുടുംബം കയറുന്നത്. പുറത്തൊരു ചിത്രം വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായോ എന്നറിയില്ല. ചെന്നപാടെ സലാം ഒരു കട്ടിലിരുന്നു. ഇവിടെ കുറെ കട്ടിലുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ സലാമിനെ വേറൊരു കട്ടിലിലേക്ക് മാറ്റിയിരുത്തി. ചെരുപ്പൊക്കെ ഊരിയിട്ട ശേഷം സലാം അതിലിരുന്നു. ഫുഡ് മസാജ്, ബോഡി മസാജ് എന്നിങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നേ നമുക്ക് തോന്നൂ. അതല്ല. കാര്യമെന്താണെന്നറിയാമോ? ചെവിയിൽ തോണ്ടുക എന്ന കലാപരിപാടിയാണ് നടക്കുന്നത്. ഡോക്ടർ വരുന്നത് പോലെ കയ്യിൽ ഉപകരണപ്പെട്ടിയുമായി ഒരു സ്ത്രീ വന്നു. അവർ ഒരു ടിഷ്യൂ മടക്കി ഒരിടത്ത് വയ്ക്കുന്നു. എല്ലാം ശാസ്ത്രീയമായിട്ടാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരാളെ കിടത്തിയതുപോലെ സലാം അനുസരണയുള്ള രോഗിയെപ്പോലെ കിടക്കുന്നു. 30 മിനിറ്റാണ് സർവീസ്. ആദ്യത്തെ പണി ടൈം സെറ്റ് ചെയ്യുകയാണ്. 30 മിനിറ്റ് ആകുമ്പോൾ അലാം അടിക്കും. തള്ളവിരലിൽ ഒരു പ്രത്യേക ഉപകരണമിട്ടു. അതൊരു ടോർച്ചാണ്. ചെവിയിൽ കിള്ളുന്ന ഒരാൾക്ക് ടോർച്ച് കയ്യിൽ പിടിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പെരുവിരലിൽ ക്ലിപ്പിട്ട് പിടിക്കാവുന്ന ഒരുതരം ടോർച്ച് തന്നെ ചൈനക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നു. കുറെ ഉപകരണങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ സാന്നിധ്യത്തിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്യുന്നു. നല്ല സമയമെടുത്ത് ഉപകരണങ്ങളൊക്കെ ഒരുക്കി വയ്ക്കുന്നതാണ് ആദ്യ ചടങ്ങ്. 30 മിനിറ്റ് കടന്നു പോകണമല്ലോ. പിന്നെയാണ് പരിപാടി തുടങ്ങുക. കിള്ളൽ തുടങ്ങുന്നതിനു മുൻപ് ചെവിക്കകം ഒന്ന് പരിശോധിക്കുന്നു. ലൈറ്റ് അടിച്ചു നോക്കും. സ്ഥിതിയൊക്കെ മനസ്സിലാക്കും. പിന്നെ ഒരു ഒരുക്കമുണ്ട്. ചെവിയുടെ പരിസരങ്ങളിലൊക്കെ ഒരു പ്രത്യേകതരം സ്റ്റീൽ ദണ്ടുകൊണ്ട് ഒന്ന് തലോടും. ശരിക്കും രസകരമായൊരു അനുഭവമാണിത്. ഒരു വൈബ്രേഷൻ കിട്ടും നമുക്ക്. പിന്നെ ചെവിയുടെ പുറത്തുകൂടി തോണ്ടി തോണ്ടി കിടക്കുന്നയാൾക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെ നൽകുന്നു. ചൈനീസ് ഭാഷയിൽ ക്വയർ എന്നാണ് ഈ ഇയർ ക്ലീനിങ്ങിന് പറയുക. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ ചൈനയിൽ നിലനിന്നിരുന്ന സുഖചികിത്സയാണിത്. ഇത്തരത്തിലുള്ള ഇയർ ക്ലീനിംഗ് കേന്ദ്രങ്ങൾ എല്ലാ ചൈനീസ് നഗരങ്ങളിലും ധാരാളമുണ്ട്. ഏതായാലും അരമണിക്കൂറുണ്ടല്ലോ. ഞാനും അപ്പുറത്തെ കട്ടിലിൽ കയറി കിടന്നു. ഇവരായിരുന്നു നമ്മുടെ സർജന്മാർ. ചെവിയിൽ നിന്നും ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇയർ ക്ലീനിംഗ് പ്രോസസ് സുഖകരമായൊരു അനുഭവമാണ്. ഫുഡ് മസാജ് എന്നൊക്കെ പറയും പോലെ ചെവിയുടെ ഒരു തരം മസാജ് എന്ന് പറയാം. ഏതായാലും ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ഞാനും സലാമും ഇയർ ക്ലീനിംഗ് നടത്തി. മറ്റുള്ളവർ കണ്ടുനിന്നു. കടക്കാർ ഞങ്ങളെ യാത്രയാക്കി. ഈ കട മാത്രമല്ല, ഇതിന്റെ അപ്പുറത്തും ചില കൗതുകകരമായ സ്ഥാപനങ്ങളുണ്ട്. ചിലത് മദ്യക്കടകളാണ്. അതുകൂടാതെ ഫുഡ് മസാജ്, ഫുൾ ബോഡി മസാജ് ഇതൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. ചെറിയ ബാറുകൾ, റെസ്റ്റോറന്റുകൾ. ഞങ്ങൾ പോകുന്നത് ഡിന്നർ കഴിക്കാനായിട്ടാണ്. വഴിയിലുള്ള കടകൾ രാത്രിയിൽ ഇങ്ങനെ കളർഫുള്ളായി ലൈറ്റപ്പ് ചെയ്തിടുക എന്നത് ചൈനക്കാരുടെ ഒരു സംസ്കാരമാണ്.
രാത്രിയിൽ സജീവമായ എല്ലാ കടയും കളർഫുൾ ആയിരിക്കും. നമ്മുടെ പ്രധാനപ്പെട്ടടങ്ങളും രാത്രിയിൽ ഇങ്ങനെ കളർഫുൾ ആക്കണം. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഫിഷർമാൻസ് വാർഫ് എന്ന ഒരു പ്രദേശത്തേക്കെത്തി. നല്ല റെസ്റ്റോറന്റുകളുടെ പ്രദേശം. അവിടെ ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി ചെന്നു. പാണ്ട കോർട്ട്യാർഡ് എന്ന റെസ്റ്റോറന്റാണ്. റിവർ ഫ്രണ്ടിലാണിത്. പേൾ നദിയുടെ തീരത്തു തന്നെ. ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ പാണ്ട കോർട്ട്യാർഡിൽ സീറ്റ് കിട്ടില്ല. ഞങ്ങൾ നേരത്തെ വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ എയർ റെസ്റ്റോറന്റാണ്. രസകരമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ഏതു നേരത്തും നദിയിൽ നിന്ന് കാറ്റടിച്ചുകൊണ്ടിരിക്കും. നദി തിളങ്ങി നിൽക്കുന്നു. നല്ല തണുപ്പുണ്ട്. ഈ സീറ്റുകളെല്ലാം ഓരോരുത്തരും ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. രാത്രി ഏറെ വൈകും വരെ ആളുകൾ വന്ന് നിറയുന്ന റെസ്റ്റോറന്റാണ് പാണ്ട കോർട്ട്യാർഡ്. ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതും അലങ്കരിച്ചിരിക്കുന്നതുമെല്ലാം ഏറെ ആകർഷകം. ഇടയ്ക്കൊക്കെ സലാമും കുടുംബവും ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ് ഇവിടെ. 2 സുഹൃത്തുക്കളെ കൂടി എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് സലാം ഇന്ന് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടികളും കുടുംബവുമൊക്കെയായി ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ 7:30 ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ വന്നത് അല്പം നേരത്തെയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ഒരു 9 മണി 10 മണിയാകുമ്പോഴാണ് ആളുകൾ വന്നു നിറയുക. ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റ് പിടിച്ചു. സുഹൃത്തുക്കൾ വരുന്നതേയുള്ളൂ. കാൻഡൻ പ്രദേശത്തിന്റെ സംസ്കാരമനുസരിച്ച് ആദ്യം സ്റ്റെറിലൈസ് ചെയ്ത് ഇങ്ങനെ ഷ്രിങ്ക് റാപ്പ് ചെയ്ത പാത്രങ്ങളും ഗ്ലാസും എല്ലാം വരും. മുൻപേ തന്നെ കഴുകി ഫ്രഷായാണ് കൊണ്ടുവരുന്നതെങ്കിലും തിളച്ച ചായവെള്ളത്തിൽ ചോപ്സ്റ്റിക്കും സ്പൂണും പാത്രങ്ങളുമെല്ലാം നമ്മൾ തന്നെ കഴുകണം. ഇതിവിടുത്തെ ഒരു രീതിയാണ്. സലാമും ഭാര്യയും മകളും ചേർന്ന് ഞങ്ങളുടെ പാത്രങ്ങളും ഒന്ന് കഴുകിയെടുത്തു. തിളപ്പിച്ച വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു എന്നതേയുള്ളൂ. നമുക്കൊരു ആത്മവിശ്വാസം കിട്ടുന്നു. അത് നല്ലതാണല്ലോ. ശരിക്കും കേരളത്തിലെ റെസ്റ്റോറന്റുകളിൽ ഇങ്ങനെ ഒരു സംസ്കാരം മഴക്കാലത്തെങ്കിലും വേണ്ടതാണ്. തിളച്ച വെള്ളത്തിൽ പാത്രങ്ങൾ അവനവൻ തന്നെ കഴുകുക. ഒരു വൈകുന്നേരത്തെ ശരിക്കും ആഘോഷമാക്കാനാണ് ആളുകൾ കുട്ടികളുമൊക്കെ ഒത്ത് ഇവിടേക്ക് വരുന്നത്. ഞങ്ങൾ അങ്ങനെയിരിക്കെ ഒരാൾ വന്നു. ഇദ്ദേഹമാണ് ജസ്റ്റിൻ പോൾ. ചാലക്കുടിക്കാരൻ മലയാളി. മക്കാവുവിലാണ് താമസം. 8 മിഷ്ലിൻ സ്റ്റാർ നേടിയ ഒരു ഷെഫാണ് ജസ്റ്റിൻ പോൾ. ഇന്ത്യൻ ഫുഡിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഷെഫ്. ഞങ്ങളുടെ ഹോട്ട് പോട്ടിനുള്ള സാധനങ്ങൾ വന്നു. ഇദ്ദേഹം ഷൈജു. ഷൈജുവും മലയാളിയാണ്. ഒരു ചൈനക്കാരിയെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. വർഷങ്ങളായി ഇവിടെയാണ് താമസം. മേശയുടെ നടുക്ക് ഒരടുപ്പുണ്ട്. അതിനു മുകളിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കും. പലവിധ സ്പൈസസും പച്ചക്കറികളുമെല്ലാം അതിലുണ്ട്. ഹോട്ട് പോട്ട് എന്നത് ശരിക്കും ഒരു പാത്രത്തിന്റെ വിശേഷണമാണ്. അതിൽ വെച്ച് നമുക്കിഷ്ടമുള്ള വിഭവം ഉണ്ടാക്കി കഴിക്കാം. ചേരുവകൾ എത്തിത്തുടങ്ങി. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ ചിങ് യുവാൻ ചിക്കൻ എന്ന വിഭവമാണ്. ആദ്യം ചിക്കന്റെ കുറെ വലിയ കഷ്ണങ്ങൾ പോട്ടിലേക്കിട്ടു. നന്നായി വെന്ത് കഴിയുമ്പോൾ ആ ചാറിന് ഒരു സൂപ്പിന്റെ സ്വഭാവം വരും. ചിങ് യുവാൻ ചിക്കന്റെ പേര് ഷൈജു കൃത്യമായി പറഞ്ഞു തന്നു. പല സാധനങ്ങളുണ്ട് ചേരുവകളായി. അതാണ് ഇങ്ങനെ ചുറ്റും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ജസ്റ്റിൻ താമസിക്കുന്ന മക്കാവുവിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഹോട്ട് പോട്ടിൽ ചേരുവകളെല്ലാം കൂടി വെന്ത് തിളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ടൂറിസത്തിന്റെയും കാസിനോകളുടെയും കേന്ദ്രമായ മക്കാവുവിലാണ് ജസ്റ്റിൻ ജോലി ചെയ്യുന്നത്. അവിടുത്തെ വെനീഷ്യൻ എന്ന വമ്പൻ കാസിനോയുടെ റെസ്റ്റോറന്റിലെ ഷെഫാണ്. അവർക്കായി തുടർച്ചയായി 8 വർഷം മിഷ്ലിൻ സ്റ്റാർ വാങ്ങിയ ആൾ. കേരളത്തിൽ നിന്ന് 2-3 പേർക്ക് ഇതുവരെ മിഷ്ലിൻ സ്റ്റാർ കിട്ടിയിട്ടുള്ളൂ എന്നോർക്കണം. ഷെഫുമാരുടെ ഓസ്കാർ അവാർഡ് എന്ന് വിശേഷിപ്പിക്കാം മിഷ്ലിൻ സ്റ്റാറിനെ.
അത് 8 തവണ തുടർച്ചയായി വാങ്ങിയ ഒരു വമ്പൻ ഷെഫാണ് ഇദ്ദേഹം. അതിന്റെ അംഗീകാരമായി ഗവൺമെന്റ് ഇദ്ദേഹത്തിന് മക്കാവു സിറ്റിസൺഷിപ്പ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ സ്വന്തം റെസ്റ്റോറന്റ് തന്നെയുണ്ട്, ജസ്റ്റ് ഇന്ത്യ എന്ന റെസ്റ്റോറന്റ്. ഒരു പ്രത്യേക പ്രായത്തിൽ വളർത്തിയെടുത്ത ചിക്കന്റെ ഏറ്റവും സോഫ്റ്റായ മാംസം കൊണ്ടുവന്ന് ഹോട്ട് പോട്ടിലേക്കിടുന്നു. അങ്ങനെയാണ് ചിങ് യുവാൻ ചിക്കൻ വിഭവം ഉണ്ടാക്കുന്നത്. അത് നേരെ ഇടുകയല്ല, നെറ്റ് പോലുള്ള ഒരു തവിക്കകത്ത് 25-30 സെക്കൻഡ് മാത്രം ഈ തിളച്ച സൂപ്പിൽ വെച്ച് ഇളക്കി വേവിച്ചെടുക്കണം. അത്ര സമയം മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും ആവശ്യത്തിന് വെന്തിരിക്കും. ഇതിനകത്ത് കിടന്ന് വെന്ത് കഴിയുമ്പോഴേക്കും അസാധ്യമായ രുചിയിലേക്ക് അത് മാറുകയാണ്. എനിക്ക് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് 8 മിഷ്ലിൻ സ്റ്റാർ നേടിയ ഷെഫാണെന്ന് ഓർക്കണം. എനിക്ക് തന്നെ ആദ്യം വിളമ്പി തന്നു. ഒരു ചെറിയ പാത്രത്തിൽ ചമ്മന്തി പോലൊരു വിഭവമുണ്ട്. അത് കൂടെ കൂട്ടി വേണം കഴിക്കാൻ. ഏറെ ദൂരം മക്കാവുവിൽ നിന്ന് യാത്ര ചെയ്താണ് ജസ്റ്റിൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അടുത്തതായി സയാനയ്ക്ക് കൊടുത്തു. വീണ്ടും ചിക്കൻ വരുന്നുണ്ട്. ചിങ് യുവാൻ ചിക്കന്റെ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രായം കുറഞ്ഞ കോഴിയുടെ മൃദുവായ മാംസം ചീന്തി എടുത്തതാണ്. ജസ്റ്റിൻ പോൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അതിഥിയാണെങ്കിലും ഷെഫ് കൂടിയായതിനാൽ അദ്ദേഹം കൃത്യമായി ഇതുണ്ടാക്കുകയാണ്. ചിങ് യുവാൻ ചിക്കൻ എന്നത് വിഭവത്തിന്റെ പേരല്ല. ഗ്വാങ്ഡോങ് പ്രവിശ്യയിലെ ചിങ് യുവാങ് എന്ന പ്രദേശത്തു നിന്നുള്ള പ്രത്യേക ഇനം നാടൻ കോഴിയാണത്. മുളകും പലതര ഇലകളുമൊക്കെ ചേർന്നുണ്ടാക്കുന്ന ചമ്മന്തി കൂട്ടി വേണം കഴിക്കാൻ. ചൈനയുടെ ഈ ഭാഗത്ത് ചിങ് യുവാങ് ചിക്കൻ വിഭവങ്ങൾ ഏറെ പ്രിയങ്കരമാണ്. ഇവിടെ ജസ്റ്റിനും അത് അതീവ രുചികരമായി പാകം ചെയ്തു. ചൈനീസ് ഫുഡ് കഴിക്കുന്നെങ്കിൽ അത് ചൈനയിൽ പോയി തന്നെ കഴിക്കണം. ചിങ് യുവാങ് ചിക്കൻ വേവിക്കുന്ന സൂപ്പ് പോലുള്ള ആ ദ്രാവകത്തിൽ വെച്ച് പലതും പാകം ചെയ്യുന്നുണ്ട്. ടോഫു പോലുള്ള വിഭവങ്ങളൊക്കെ. ആ ചാറ് കുറച്ചു കഴിയുമ്പോഴേക്കും അസാധ്യ രുചിയുള്ളതാകും. ഇറച്ചി വെന്തും പലതരം സ്പൈസസ് ചേർന്നും പച്ചക്കറികളും ഇലക്കറികളുമെല്ലാം ചേർന്നും അതൊരു പ്രത്യേക രുചിയിലേക്ക് മാറുന്നു. ചേരുവകൾ പലത് വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ വേവിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒട്ടും മടുക്കില്ല. ഹോട്ട്പോട്ടിലെ ചാറ് കുറുകുന്നതിനനുസരിച്ച് അതിന്റെ രുചിയും കൂടുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്ര നേരം കഴിച്ച ഭക്ഷണത്തിലൊന്നും കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്നതാണ്. ഞാൻ മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. റൊട്ടിയോ ചോറോ ബ്രെഡോ ഒന്നും ഇത്തരം റെസ്റ്റോറന്റുകളിലൊന്നും ആരും കഴിക്കുന്നത് കാണില്ല. ഞങ്ങളും കഴിച്ചിട്ടില്ല. ഫുഡ് എന്നാൽ ഇങ്ങനെയാണ്. ചൈനക്കാർക്ക് പ്രമേഹമോ മറ്റു ജീവിതശൈലീ രോഗങ്ങളോ ലിവർ സിറോസിസോ നമ്മുടെ അത്ര ഇല്ലാത്തതിന്റെ പ്രധാന കാരണം ഇവരുടെ ഭക്ഷണ രീതി തന്നെയാണ്. അടുത്തതായിട്ട് വലിയ കൊഞ്ചെത്തി. മുളങ്കമ്പിൽ കുത്തി ഫ്രൈ ചെയ്ത കൊഞ്ചാണ്. വലിയ സ്പൈസി ഒന്നുമല്ല. സലാം ഓരോരുത്തർക്കും ഓരോ കൊഞ്ചിനെ വിതരണം ചെയ്തു. പ്രത്യേക രീതിയിൽ മൊരിച്ചെടുത്ത കൊഞ്ചാണ്. തൊണ്ട് പൊളിച്ചിട്ടാണ് സലാം അത് അകത്താക്കുന്നത്. ഞാൻ തൊണ്ടോടുകൂടി തന്നെ ചവച്ചരച്ച് കൊഞ്ചിനെ അകത്താക്കി. അടുത്തതായി ചിക്കന്റെ കാലും മറ്റും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വന്നു. അതും ഹോട്ട് പോട്ടിലേക്കിട്ടു. ഈ ഹോട്ട് പോട്ടിൽ എന്തും ഇട്ട് വേവിക്കാം. പച്ചക്കറിയാവാം, ചിക്കനാവാം, ബീഫാകാം. വറ്റുന്നതിനനുസരിച്ച് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി. അടുത്തതായി വന്നത് വെണ്ടയ്ക്കയാണ്. സ്പൈസസ് ഒക്കെ ചേർത്ത് വെണ്ടയ്ക്ക പാകം ചെയ്തപ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഇവിടെ വന്നപ്പോഴാണ് അവന്റെ യഥാർത്ഥ രുചി മനസ്സിലാക്കിയത്. രാത്രി ഏതാണ്ട് 11 മണി കഴിയും വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. കഥകളൊക്കെ പറഞ്ഞു. പിന്നെ ആ റെസ്റ്റോറന്റിൽ നിന്നിറങ്ങി. ടുട്ടു എന്ന് വിളിക്കുന്ന ഷൈജുവിന്റെ മകനാണ് വലതുവശത്തു നിൽക്കുന്നത്. അവനോട് യാത്ര പറഞ്ഞു. ജസ്റ്റിനോടും. അപ്പോഴും റെസ്റ്റോറന്റിൽ ആളുകളുണ്ട്. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ ഫിഷർമാൻസ് വാർഫിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതിനകത്ത് റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സീ ഫുഡ് ഏരിയയായാണ് ഫിഷർമാൻസ് വാർഫ് അറിയപ്പെടുന്നത്. എങ്കിലും മറ്റു ഭക്ഷണവും കിട്ടും. സലാമിനെയും കുടുംബത്തെയും അവരുടെ വീടിന് മുന്നിൽ ഇറക്കിവിട്ട് ഡ്രൈവർ ഹു എന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ്.
നഗരത്തിന്റെ ചിഹ്നം തന്നെയായ ക്യാൻഡൻ ടവർ മനോഹരമായ വർണ്ണപ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്നു. ക്യാൻഡൻ ടവറിന് മുകളിൽ ഒരിക്കൽ ഞാൻ കയറിയതാണ്. കാർ ഡൗൺ ടൗൺ ഏരിയയിലേക്കാണ് പോകുന്നത്. നഗരഹൃദയമായ ഡൗൺ ടൗൺ ഏരിയയിലേക്ക് അടുക്കുമ്പോൾ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളാവുന്നു കാഴ്ച. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന നഗരം അതിമനോഹരമായ കാഴ്ചകളാണ്. വിസ്തൃതമായ നഗരമാണ് ഗോൺചോ. 7400 ചതുരശ്ര കിലോമീറ്ററാണ് ഈ നഗരത്തിന്റെ വിസ്തൃതി. 19 ദശലക്ഷം ആളുകൾ ഇവിടെ വസിക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്നത് ഏതാണ്ട് നഗരഹൃദയത്തിൽ തന്നെയാണ്. ഇന്റർസിറ്റി ഹോട്ടലിലൊക്കെ ലൈവ് ഷോകളും മറ്റും നടക്കുന്നുണ്ട്. രാത്രി ആഘോഷത്തിന്റെ നഗരം കൂടിയാണിത്. പാതിരാത്രി കഴിഞ്ഞിട്ടും സജീവമാണ് തെരുവുകളൊക്കെ. ചൈന അടച്ചുപൂട്ടിയ ഒരു രാജ്യമൊന്നുമല്ല, ആഘോഷത്തിന്റെ രാജ്യമാണ്. രാത്രി 12 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹോട്ടലിലേക്ക് കയറി ചെന്നു. ആളൊഴിഞ്ഞിരിക്കുന്നു. 12ാം നിലയിലെ എന്റെ മുറിയിലേക്കെത്തി. ഇന്ന് ദീർഘമായ യാത്രകളായിരുന്നു. നാളെ നഗരത്തിന് പുറത്തുള്ള പല കാഴ്ചകളിലേക്കും പോകണം. അതിനാൽ ഇനി വിശ്രമം.